class we discuss with Galilean transformation. Then ഈ Galilean transformationൽ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ വെലോസിറ്റിയിൽ എന്ത് ചേഞ്ച് ഉണ്ടാവുന്നു, ആക്സിലറേഷനിൽ എന്ത് ചേഞ്ച് ഉണ്ടാവുന്നു, ഇങ്ങനെയൊക്കെ നമ്മൾ കണ്ടു അല്ലേ. അപ്പോൾ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷന് നമ്മൾ ഫസ്റ്റ് നമ്മൾ ഡിറൈവ് ചെയ്ത് അല്ലെങ്കിൽ ഫസ്റ്റ് നമ്മൾ നോക്കിയത് കോർഡിനേറ്റ് ട്രാൻസ്ഫോർമേഷനെ കുറിച്ചിട്ടാണ്. അപ്പോൾ കോർഡിനേറ്റ് ട്രാൻസ്ഫോർമേഷനിൽ നമുക്ക് എന്ത് റിസൾട്ട് കിട്ടി? ദാറ്റ് ഈസ് എക്സ് പ്രൈം ഈക്വൽ ടു എക്സ് മൈനസ് വി ടി. എക്സ് പ്രൈം ഈക്വൽ ടു എക്സ് മൈനസ് വി ടി. ദെൻ what about velocity? നമ്മുടെ വെലോസിറ്റി എന്താ? വി പ്രൈം ഈക്വൽ ടു ഓർ യു എക്സ് പ്രൈം അല്ലെങ്കിൽ യു പ്രൈം. നമ്മൾ യു പ്രൈം എന്നുള്ള ടേമിലാണ് എഴുതിയത്. ദാറ്റ് ഈസ് യു പ്രൈം, ദാറ്റ് ഈസ് യു എക്സ് പ്രൈം ഈക്വൽ ടു ഓർ ജനറൽ യു പ്രൈം ഈക്വൽ ടു യു മൈനസ് വി അല്ലേ. ദെൻ ആക്സിലറേഷൻ നമ്മൾ കൺസിഡർ ചെയ്തപ്പോൾ എന്തായത്? എ പ്രൈം ഈക്വൽ ടു എ. അപ്പോൾ ഈ മൂന്ന് ഇക്വേഷനും നിങ്ങൾ നോക്കൂ. എക്സ് പ്രൈം വി പ്രൈം, ഇവിടെ ആക്സിലറേഷൻ അതായത് നമ്മൾ രണ്ട് ഇനേർഷ്യൽ ഫ്രെയിം ഉണ്ട്, എസും എസ് പ്രൈമും അല്ലേ. ദിസ് ഈസ് എസ്, ഒറിജിൻ ഒ പ്രൈം, എസ് പ്രൈം, ദിസ് ഈസ് എസ്. എക്സ് വൈ സെഡ് ആണ്, എക്സ് വൈ സെഡ്. So this is S and this is S prime, and this S prime is moving with a uniform velocity v. S prime എന്താണ്? ഒരു യൂണിഫോം വെലോസിറ്റിയിൽ v ല് മൂവ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ രണ്ട് ഫ്രെയിമിൽ S എന്നും മെഷർ ചെയ്യാണ്, S പ്രൈം എന്നും മെഷർ ചെയ്യാണ് ഒരു ഇവന്റ്. അപ്പോൾ അതിൽ നമുക്ക് ആക്സിലറേഷൻ മാത്രം, അതായത് ആക്സിലറേഷൻ A പ്രൈം ഈക്വൽ ടു A എന്നാണ്. അതായത് നമ്മൾ ഇവിടുന്ന് S എന്ന് പറയുന്ന ഒരു ഫ്രെയിമിൽ നിന്ന് മെഷർ ചെയ്യുന്ന സമയത്തും എസ് പ്രൈമിൽ നിന്ന് നമ്മൾ മെഷർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ്? ഈക്വൽ ആണ് എന്നല്ല കിട്ടിയത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആക്സിലറേഷൻ എന്താണ്? ഗലീലിയൻ ഇൻവേരിയന്റ് ആണ്, ഇൻവേരിയന്റ് ക്വാണ്ടിറ്റി ആണ് എന്ന് നമ്മളിതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. പക്ഷെ വാട്ട് അബൌട്ട് വെലോസിറ്റി? വെലോസിറ്റിയുടെ കേസിൽ അങ്ങനെ പറയാൻ പറ്റൂല അല്ലെ. അപ്പൊ യു എന്ന് പറയുന്നതാണ് നമ്മൾ എസ് ഫ്രെയിമിൽ നിന്ന് നമ്മൾ മെഷർ ചെയ്യുന്ന വെലോസിറ്റി ആണ് യു. പക്ഷെ യു പ്രൈം എന്ന് പറഞ്ഞാൽ എന്താണ്? എസ് പ്രൈമിൽ നിന്ന് മെഷർ ചെയ്യുന്ന വെലോസിറ്റി അല്ലേ. അപ്പൊ നോക്ക്, ഇവിടെ യു പ്രൈം എന്ന് പറയുന്നത് യു മൈനസ് വി, അതായത് യു എന്ന് പറഞ്ഞാൽ നമ്മുടെ എസിൽ നിന്ന് നോക്കുന്ന അവിടെ ഒരു ചേഞ്ച് ഉണ്ട് അല്ലെ. യു പ്രൈം ഈക്വൽ ടു യു ആണെങ്കിൽ രണ്ട് ഫ്രെയിമിലും സെയിം ആയിരുന്നു. പക്ഷെ അതാണ് ഇവിടെ അല്ല അല്ലെ. യു പ്രൈം ഈക്വൽ ടു യു മൈനസ് വി ആണ്. അപ്പൊ അത് വെലോസിറ്റി ഗലീലിയൻ ഇൻവേരിയന്റ് ആണെന്ന് പറയാൻ പറ്റുമല്ല അല്ലെ. വേരിയേഷൻ ഉണ്ട്, ഇസ് നോട്ട് ഇൻവേരിയന്റ്. നമുക്ക് അങ്ങനെ പറയാം. ആക്സിലറേഷൻ ഇസ് ആൻ ഇൻവേരിയന്റ് ക്വാണ്ടിറ്റി ബട്ട് വെലോസിറ്റി ഈസ് നോട്ട് ഇൻവേരിയന്റ് എന്ന് പറയാൻ പറ്റും. ഇനി നമ്മൾ അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത്, സപ്പോസ് ഒരു റോഡ് ഉണ്ട്, അതായത് ഒരു എന്തെങ്കിലും ഒരു ലെങ്ത്, ഒരു റോഡ് ഉണ്ട്, L ആണ് അതിന്റെ ലെങ്ത്. എങ്ങനെ? നമ്മൾ എസിൽ നിന്ന്. ഇനി ഈ റോഡ്, ഇതാണ് നമ്മുടെ റോഡ്. ഈ ഒരു റോഡിന് നമ്മൾ രണ്ട് ഫ്രെയിമിൽ നിന്ന് മെഷർ ചെയ്യാണ് ഇതിന്റെ ലെങ്ത്. അതായത് ഈ ഒരു റോഡിന്റെ ലെങ്ത് നമ്മൾ എസ് ഫ്രെയിമിൽ നിന്ന്, ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്, ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ ആൾ എങ്ങനെയാണ്? ഈ ഫ്രെയിമിൽ യൂണിഫോം വെലോസിറ്റി വി വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് ഫ്രെയിമിൽ നിന്ന് നമ്മൾ ഈ റോഡ് നോക്കുന്ന സമയത്ത് ലെങ്ത്തിന് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ അല്ലെങ്കിൽ സെയിം ആണോ എന്നുള്ള കാര്യമാണ് അടുത്തത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം L ആണ് എന്ത്? L ആണ് ഈ ഒരു റോഡിന്റെ ലെങ്ത്. എവിടെ നിന്ന് നോക്കുന്ന സമയത്ത് എസ് ഫ്രെയിമിൽ നിന്ന് നമ്മൾ എസ് ഫ്രെയിം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ എസ് ഫ്രെയിമിലുള്ള ഒബ്സർവർ നോക്കുന്ന സമയത്ത് ഇതിന്റെ ലെങ്ത് എന്താണ്? L ആണ്. ഈ L എന്ന് പറഞ്ഞാൽ എന്താണ്? x2 മൈനസ് x1 അല്ലേ. അതായത് n പോയിന്റ് ഒന്ന് x1 ഉം ഇത് x2 ആണെങ്കിൽ ഇതിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? x2 മൈനസ് x1 ആണ് ഇതിന്റെ ലെങ്ത്. അപ്പൊ അത് എവിടുന്ന് ഈ ലെങ്ത് നമുക്ക് S എന്ന് പറയുന്ന ഫ്രെയിം, കാരണം x1 x2 x3 എന്നൊക്കെ ഉള്ളത് എന്താണ്? ഈ എസ് ഫ്രെയിമിലെ കോർഡിനേറ്റ്സ് അല്ലേ. ഇനി എസ് പ്രൈമിലുള്ളത് എന്തായിരിക്കും? x1 പ്രൈം, x2 പ്രൈം, x3 പ്രൈം അങ്ങനെയായിരിക്കും. സോ L എന്ന് പറയുന്ന ഈ ലെങ്ത്, ദാറ്റ് ഈസ് x2 മൈനസ് x1 എന്ന് പറയുന്നത് എസ് ഫ്രെയിമിൽ നിന്ന് ഈ ഒരു ഒബ്സർവർ ലെങ്ത്തിന്റെ, ഈ ഒരു റോഡിന്റെ ലെങ്ത് മെഷർ ചെയ്യുന്നതാണ്. ബട്ട് ദെൻ L പ്രൈം എന്ന് പറഞ്ഞാൽ എസ് പ്രൈമിലെ, അതായത് എസ് പ്രൈം എന്ന് പറയുന്ന ഒരു ഫ്രെയിമിൽ നിന്ന്
ഈ ഒരു ഒബ്സർവർ ഈ ഒരു റോഡിന്റെ ലെങ്ത് മെഷർ ചെയ്യുന്നതാണ് എന്ത് എൽ പ്രൈം. അതെന്ന് പറഞ്ഞാൽ അതിന്റെ കോർഡിനേറ്റ് എന്തായിരിക്കും x2 പ്രൈം മൈനസ് x1 പ്രൈം അല്ലെ. ഈ പ്രൈമിന്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് എന്താണ് എസ് പ്രൈം എന്ന് പറയുന്ന ഫ്രെയിമിൽ നിന്ന് മെഷർ ചെയ്യുന്ന സമയത്താണ് നമുക്ക് x2 പ്രൈം ആൻഡ് x1 പ്രൈം കിട്ടുക അല്ലെ. ദാറ്റ് ഈസ് ഇവിടെ x1 പ്രൈം x2 പ്രൈം. ഇത് നിങ്ങൾ നോക്കുക, നമുക്ക് ഈ എക്സ് പ്രൈം എന്ന് പറഞ്ഞാല് എക്സ് മൈനസ് വി ടി ആണെന്ന് അറിയാലോ അല്ലെ. എക്സ് പ്രൈം എന്ന് പറഞ്ഞാല് എക്സ് മൈനസ് വി ടി ആണ്. ദെൻ എക്സ് പ്രൈം ഈക്വൽ ടു എക്സ് മൈനസ് വി ടി. ഇനി നമുക്ക് ഈ ഇതിന്റെ ലെങ്ത് ആണ്, അതായത് x1 ഈ x2 പ്രൈം എന്താണ് x1 പ്രൈം എന്താണ് എന്ന് നമുക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ദാറ്റ് ഈസ് ഈ ജനറൽ ഇക്വേഷനിൽ നിന്ന് x1 പ്രൈം എന്തായിരിക്കും x1 പ്രൈം ഈക്വൽ ടു ഈ ഒരു ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. x പ്രൈം ഇതാണ്, അപ്പൊ x1 പ്രൈമോ എക്സിന് x1 കൊടുത്ത് x1 മൈനസ് വി ടി ആയിരിക്കും അല്ലേ. കാരണം എക്സിന് x1 ആക്കുക, എക്സിന് x1 ആക്കി കഴിഞ്ഞാൽ ഇതായിരിക്കും x1 പ്രൈം ഈക്വൽ ടു x1 മൈനസ് വി ടി. ദെൻ x2 ഈ എക്സിന് x2 കൊടുക്കുന്ന സമയത്തോ x2 പ്രൈം ഈക്വൽ ടു എന്താണ് x2 പ്രൈം ഈക്വൽ ടു x2 മൈനസ് വി ടി. അതായത് നമുക്ക് ഈ L1 എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ എ, ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് x2 പ്രൈമിനും x1 പ്രൈമിനുമാണ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇതിൽ L പ്രൈം അവിടെ തന്നെ, അതേപോലെ തന്നെ x2 പ്രൈമിന് നമുക്ക് എന്ത് കിട്ടി, x2 പ്രൈമിന് x2 മൈനസ് വി ടി എന്ന് കിട്ടിയില്ലേ. അതേപോലെ x1 പ്രൈമിനോ x1 മൈനസ് വി ടി എന്ന് കിട്ടി. ഇനി ഈ രണ്ട് ഇക്വേഷനും കൂടെ നമ്മൾ എന്ത് ചെയ്യാം, ഇക്വേഷൻ നമ്പർ എയിലേക്ക്, അതായത് എ എന്ന് പറയുന്നത് ബി ആണ്, സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദി ഇക്വേഷൻ ബി ഇൻടു ഇക്വേഷൻ എ. ബി എന്ത് ചെയ്യാം, എയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് നമുക്ക് എങ്ങനെ കിട്ടി, എൽ പ്രൈം അതുപോലെ തന്നെ ഈക്വൽ ടു x2 പ്രൈമിന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും, x2 പ്രൈമിന് x2 മൈനസ് വി ടി എന്ന് എഴുതിക്കൂടെ, x2 മൈനസ് വി ടി അല്ലേ, അത് എഴുതും. ദെൻ മൈനസ് ബ്രാക്കറ്റ് ഇടാം, കാരണം ഇവിടെ രണ്ട് ടേം ഇല്ലേ. x1 പ്രൈമിന് എന്ത് എഴുതാം, x1 മൈനസ് വി ടി അല്ലേ. x1 പ്രൈം എന്ന് പറഞ്ഞാൽ x1 മൈനസ് വി ടി, x1 മൈനസ് വി ടി. നമുക്ക് ഈ ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് x2 മൈനസ് വി ടി മൈനസ് x1 മൈനസ് മൈനസ് പ്ലസ്, ദാറ്റ് ഈസ് പ്ലസ് വി ടി. ദെൻ ഹിയർ ഇവിടെ ഒരു മൈനസ് വി ടി ഉണ്ട്, ഒരു പ്ലസ് വി ടി ഉണ്ട്, ക്യാൻസൽ ആയി അല്ലേ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, L1 ഈക്വൽ എൽ പ്രൈം ഈക്വൽ ടു x2 മൈനസ് x1 കിട്ടിയില്ലേ. അപ്പൊ ഇവിടെ നോക്ക് നിങ്ങൾ, L1 ഈക്വൽ ടു എന്താണ്, L1 അല്ല എൽ പ്രൈം ഈക്വൽ ടു x2 മൈനസ് x1. ഈ ഒരു RHS നോക്ക്, റൈറ്റ് ഹാൻഡ് സൈഡിലുള്ളത് നോക്ക്, x2 മൈനസ് x1 ആണ്. ഈ x2 മൈനസ് x1 എന്ന് പറഞ്ഞാൽ എന്താണ്, L അല്ലേ. അപ്പൊ എൽ പ്രൈം ഈക്വൽ ടു L. ഇങ്ങനെ പറഞ്ഞാൽ എന്താണ്, എൽ പ്രൈം എന്ന് പറഞ്ഞാൽ എന്താ, ദ ലെങ്ത് ഓഫ് ദി റോഡ് മെഷേർഡ് ഇൻ ദ ഫ്രെയിം എസ് പ്രൈം അല്ലേ. എസ് പ്രൈമിൽ നിന്ന് റോഡിന്റെ ലെങ്ത് മെഷർ ചെയ്യുന്നതാണ് എൽ പ്രൈം, ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു the length of the road which is measured from the frame S. എസിൽ നിന്ന് നോക്കുന്ന സമയത്തും എസ് പ്രൈമിൽ നിന്ന് നോക്കുന്ന സമയത്തും ആ ഒരു റോഡിന്റെ ലെങ്ത്തിന് ചേഞ്ച് ഉണ്ടോ, ഇല്ല. അതാണ് ഇവിടെ കാണിച്ചത് എൽ പ്രൈം ഈക്വൽ ടു എൽ. അല്ലെങ്കിൽ ഈ ലെങ്ത് മാത്രമല്ല, ഡിസ്റ്റൻസ്. ശരിക്കും ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ് അല്ലേ. അപ്പോൾ ഒരു ഫ്രെയിമിലുള്ള ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് റിമൈൻസ് ഇൻവേരിയന്റ് അല്ലെ. ഇൻവേരിയന്റ് ഇവിടെ വേരിയേഷൻ ഉണ്ടോ, ഇല്ല. ഇൻവേരിയന്റ് അണ്ടർ ഓർ ഇൻവേരിയന്റ് ടു ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ. നമ്മൾ ഇവിടെ ശരിക്കും ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ട്രാൻസ്ഫോം ചെയ്തതല്ലേ അല്ലെ, കണക്ട് ചെയ്ത് എഴുതിയതല്ലേ രണ്ട് ഫ്രെയിമിനെയും. ഇതൊരു റെസ്റ്റ് ഫ്രെയിം ആണ്, ഇതൊരു യൂണിഫോം മൂവിങ് ഫ്രെയിം ആണ്. അപ്പൊ ഈ രണ്ട് ഫ്രെയിമിനെയും കൂടെ നമ്മൾ എന്ത് ചെയ്തു, കണക്ട് ചെയ്ത് എഴുതിയതാണ് അല്ലെ. കണക്ട് ചെയ്ത് എഴുതിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ലെങ്ത് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ് ഈസ് ഇൻവേരിയന്റ് അണ്ടർ or invariant to Galilean transformation. അപ്പോൾ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷനിൽ ഈ ലെങ്ത്തിന് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റിൽ യാതൊരു ചേഞ്ചും ഇല്ല. അപ്പോൾ ഈ റിസൾട്ട് മനസ്സിലായല്ലോ. ഓക്കെ, ദെൻ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് ഒരു ശരിക്കും സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിൻ്റെ ഒക്കെ ആ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ്.
ഗലീലിയൻ ഇൻവേരിയൻസ് എന്ന് പറഞ്ഞത്. അതായത് ഇപ്പൊ നമ്മൾ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷനിൽ നമ്മൾ എന്തൊക്കെ കണ്ടു? പിന്നെ ആക്സിലറേഷൻ ഇൻവേരിയന്റ് ആണ്, അങ്ങനെ പലതും കണ്ടു അല്ലെ. അപ്പൊ ഗലീലിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ഇതില് പറയുന്നത് ഈ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷനില് ബേസിക് ആയിട്ടുള്ള എല്ലാ ഫണ്ടമെന്റൽ ഫിസിക്കൽ ലോസും എന്താണ്? ഇൻവേരിയന്റ് ആണ്. അതായത് യാതൊരു ചേഞ്ചും ഉണ്ടാവില്ല. ഫിസിക്കൽ ലോസ് റിമെയിൻസ് അല്ലെങ്കിൽ ഇൻവേരിയന്റ് ആണ്, വേരിയേഷൻ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ഏത് ഫ്രെയിമിൽ നിന്ന് അതിനെ അല്ലെങ്കിൽ ആ മെഷർമെന്റ് നടത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫ്രെയിമിൽ നിന്ന് മറ്റൊരു ഫ്രെയിമിലേക്ക് നമ്മൾ ആ ഫിസിക്കൽ ലോനെ ട്രാൻസ്ഫോം ചെയ്ത് എഴുതുകയാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ലോസിൽ യാതൊരു വ്യത്യാസവും ഉണ്ടാവില്ല. അതുപോലെ തന്നെ, അതായത് റെസ്റ്റ് ഫ്രെയിമിൽ നിന്ന് യൂണിഫോം ഫ്രെയിമിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഒരുപോലെ ആയിരിക്കും എക്സ്പീരിയൻസ് ചെയ്യാന്നാണ് ഗലീലിയൻ ഇൻവേരിയൻസിൽ പറയുന്നത്. അപ്പൊ അത് നമുക്ക് എങ്ങനെയാ നോക്കാം? ന്യൂട്ടന്റെ ഒരു ചെറിയൊരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് നോക്കാം. ന്യൂട്ടന്റെ സെക്കൻഡ് ലോ, ദാറ്റ് ഈസ് F = ma, ഒരു ഫണ്ടമെന്റൽ ലോ ആണ് അല്ലെ ഫിസിക്സിൽ. അപ്പൊ നോക്ക്, ഇവിടെ നമ്മൾ ഒരു ഇതേപോലെ തന്നെ പിന്നെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. നമ്മുടെ ഫ്രെയിം ഒക്കെ അതുപോലെ തന്നെ കേട്ടോ. ഇത് എസ് റെസ്റ്റിലാണ്, എസ് പ്രൈം മൂവ് ചെയ്യാണ്. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, ഒരു ഇവന്റ് നടക്കുന്നുണ്ട് T. ആ ഇവന്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്താണ് ഒരു ആക്സിലറേഷൻ ഉണ്ട് എന്ന് കരുതുക. അപ്പൊ ഈ ആക്സിലറേഷൻ ഉണ്ടെങ്കിൽ അപ്പൊ നമുക്ക് എന്തെഴുതാം? ഈ ഒരു പിന്നെ ആക്സിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ബട്ട് ഇവിടെ നമ്മൾ ഈ ഒരു ഫ്രെയിമിൽ നിന്ന് നമ്മൾ മെഷർ ചെയ്യുന്ന ആക്സിലറേഷൻ A പ്രൈമും S പ്രൈമിലുള്ള ആക്സിലറേഷൻ എന്താണ്? A പ്രൈം ആണ്. എസ്സിൽ നിന്ന് നമ്മൾ നോക്കുന്ന സമയത്തുള്ള ആക്സിലറേഷനോ A ആണ് അല്ലേ. അപ്പോൾ ഇവിടെ മാസ്, അതായത് ഒരു ഇവന്റ് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യാന്ന് കരുതിക്കോ. മൂവ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? മാസ് കോൺസ്റ്റന്റ് ആണ്. പക്ഷെ ആക്ച്വലി മാസ് കോൺസ്റ്റന്റ് അല്ല. ലൈറ്റ് വെലോസിറ്റിയിലൊക്കെ മൂവ് ചെയ്യുന്ന സമയത്ത് മാസിന് വേരിയേഷൻസ് വരും. ബട്ട് ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യുന്നത് എന്താണ്? മാസ് റിമെയിൻസ് ഇൻവേരിയന്റ് ഓർ ഇൻഡിപെൻഡന്റ് ഓഫ് വെലോസിറ്റി എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എഫ് പ്രൈം എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുക? എഫ് പ്രൈം എന്ന് പറയുന്ന ഫ്രെയിമിൽ നിന്ന് ഇത് മെഷർ ചെയ്യുന്ന സമയത്താണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ma പ്രൈം എന്ന് കിട്ടും അല്ലെ. എഫ് പ്രൈം = ma പ്രൈം. അതായത് A പ്രൈം എന്ന് പറയുന്നത് എന്താണ്? എസ് പ്രൈമിൽ നിന്ന് നമ്മൾ മെഷർ ചെയ്യുന്ന ആക്സിലറേഷൻ ആണ് എന്ത്? A പ്രൈം അല്ലെ. then F = ma എന്ന് പറയുന്നത്, F എന്ന് പറഞ്ഞാൽ S എന്ന് പറയുന്ന ഫ്രെയിമിൽ നിന്ന് നമ്മൾ മെഷർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നതാണ്. then അതായത് A എന്ന് പറയുന്ന ആക്സിലറേഷൻ അല്ലെങ്കിൽ ഇവിടുന്ന് നോക്കുന്ന സമയത്ത് ഇതിന്റെ ആക്സിലറേഷൻ ആണ് A. അപ്പൊ ഇവിടെ ശരിക്കും നമുക്ക് ഗലീലിയൻ ട്രാൻസ്ഫോർമേഷനിൽ ആക്സിലറേഷൻ ഇൻവേരിയന്റ് അല്ലേ? ദാറ്റ് ഈസ് A പ്രൈം = A അല്ലേ? A പ്രൈം = A ആണ്. A പ്രൈം = A ആണെങ്കിൽ നമുക്ക് F പ്രൈം = ma യിൽ നിന്ന് ഈ ma പ്രൈം, ഈ ഒരു ഇക്വേഷൻ ഈ A പ്രൈമിന് എനിക്ക് എന്ത് എഴുതാം? ma എന്ന് എഴുതിക്കൂടെ? കാരണം A പ്രൈം = A ആണ് അല്ലേ. A പ്രൈം = A ആണ്. അപ്പൊ നോക്കി, ഇവിടെ F പ്രൈം = ma എന്ന് പറഞ്ഞാൽ എന്താണ്? F അല്ലേ. ഇവിടെ ഫോഴ്സിന് എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടോ? ഇല്ല അല്ലെ. റിമൈൻസ് അൺചേഞ്ച്ഡ് ആണ്. ഫോഴ്സ് അൺചേഞ്ച്ഡ് ആണ്. അപ്പൊ രണ്ടിലും ഒരുപോലെയാണ് അല്ലേ കാണുന്നത്. അതായത് ന്യൂട്ടൺസ് ലോ ഇവിടെ എന്താണ്? ഇൻവേരിയന്റ് ആണ്. മനസ്സിലായില്ലേ? ma എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺസ് ലോ എന്താണ്? ആ ഫോഴ്സ് ചേഞ്ച് ഒന്നുമില്ല, അത് ഇൻവേരിയന്റ് ആണ് എന്ന്. ഇങ്ങനെ അതൊരു ചെറിയൊരു എക്സാമ്പിൾ മാത്രമാണ്. ഇതുപോലെ നമ്മൾ കൺസർവേഷൻ ഓഫ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, അങ്ങനെ എല്ലാം നോക്കുന്ന ഇതുപോലെ നമ്മൾ രണ്ട് ഫ്രെയിമില് കൺസിഡർ ചെയ്യുന്ന സമയത്ത് അത് ഇനേർഷ്യൽ ഫ്രെയിം ആയിരിക്കണം കേട്ടോ. അങ്ങനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ്? അത് ഇൻവേരിയന്റ് ആണെന്ന് പറയാൻ പറ്റും. അതുകൊണ്ടാണ് ഗലീലിയോന്റെ ലോ ഓഫ് ഇൻവേരിയൻസ് അല്ലെങ്കിൽ ഗലീലിയോ ഇൻവേരിയൻസ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ നമ്മൾ പറയുന്നത് എല്ലാ ഫണ്ടമെന്റൽ അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഫിസിക്കൽ ലോസ് ഒക്കെ റിമെയിൻസ് ഇൻവേരിയന്റ് ടു ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ. ഇതൊക്കെ നമ്മൾ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷന്റെ കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടാണല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷനിൽ എല്ലാ ഫണ്ടമെന്റൽ ഫിസിക്കൽ ലോസ് ഒക്കെ എന്താണ്? ഇൻവേരിയന്റ് ആണ് എന്നാണ് പറയുന്നത്. അത് നമുക്കൊരു സിമ്പിൾ ആയിട്ട് ഒരു സാധാരണ ഒരു എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോൾ എർത്തിൽ നിന്ന് നമ്മളിപ്പോൾ ഒരു ഫുട്ബോൾ കളിക്കുകയാണ്. ഇപ്പോൾ ഫുട്ബോൾ കളിച്ച്, അതായത് നമ്മളെ വീട്ടിൽ നിന്ന് ഒരു ഫുട്ബോൾ കളിച്ച്, അത് കളിച്ച് കഴിഞ്ഞ് പിന്നെ എന്ത് ചെയ്ത്
ഒരു യൂണിഫോംലി മൂവിങ് ഷിപ്പ്, അതായത് ഒരുപോലെ മൂവ് ചെയ്യുന്ന ഒരു ഷിപ്പ്. ആ ഷിപ്പിൽ നിന്ന് നമ്മളൊരു ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നത് സെയിം ആയിരിക്കും. അവിടെ യാതൊരു വേരിയേഷൻസും ഉണ്ടാവില്ല എന്നാണ് നമ്മൾ ഫിസിക്കലി നമുക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ പറയുകയാണെങ്കിൽ അവിടെ യാതൊരു എഫക്റ്റും ആ ഒരു യൂണിഫോം മോഷൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടാവുന്നില്ല എന്നാണ് ഗലീലിയൻ ഇൻവേരിയൻസ് പറയുന്നത്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഗലീലിയൻ ഇൻവേരിയൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അതിൽ ലെങ്ത് ഇൻവേരിയൻ്റ് ആവുന്നതെന്ന് കണ്ടു, L പ്രൈം ഈക്വൽ ടു L. ദെൻ ഒരു ന്യൂട്ടന്റെ സെക്കൻഡ് ലോ നമ്മൾ എന്ത് ചെയ്തു, ഇൻവേരിയൻ്റ് ആവുന്നതെന്ന് പറഞ്ഞു. അതിലൂടെ നമ്മൾ എന്ത് ചെയ്തു, ഫിസിക്സിലെ ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ലോസ് ഒക്കെ ഇൻവേരിയൻ്റ് ആണ് ടു ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞു. ഓക്കെ, താങ്ക് യു.